Hi, my dear students. Welcome back to the next topic, qualities of a good leader. ഒരു നല്ല നേതാവിന്റെ ഗുണങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീഡർഷിപ്പ് എന്താണെന്നും ലീഡർഷിപ്പിന്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു നല്ല നേതാവിന് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്? എല്ലാ നേതാക്കൾക്കും പൊതുവായ ചില ഗുണങ്ങൾ ഉണ്ടോ? ഒരു നേതാവിന് വിജയിക്കാൻ എത്രമാത്രം ഗുണങ്ങൾ ആവശ്യമാണ്? അങ്ങനെയുള്ള ഏതെല്ലാം ഗുണങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു നേതാവ് വിജയത്തിലെത്തുക? നേതൃത്വത്തെക്കുറിച്ചുള്ള സമീപനത്തിൽ ഊന്നി പറയുന്നത് ഒരു നേതാവിന് വിജയിക്കണമെങ്കിൽ ചില ഗുണങ്ങൾ അത്യാവശ്യമാണ് എന്നാണ്. അതായത് നേതാവിനെ അദ്ദേഹത്തിന്റെ ചില ഗുണങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. അത്തരത്തിലുള്ള ചില ഗുണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഭൗതികമായിട്ടുള്ള ചില ഗുണങ്ങൾ. ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തായിരിക്കും? ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് കണ്ടോ, നമ്മുടെ ജവഹർലാൽ നെഹ്റു അല്ലെ, ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററിന്റെ പിക്ചറാണ് സ്ലൈഡിൽ കാണുന്നത്. എന്ത് നല്ല പേഴ്സണാലിറ്റിയാണ്, ഹൈറ്റ്, വെയിറ്റ്, ഗുഡ് അപ്പിയറൻസ് അല്ലെ. അപ്പൊ ഇത്തരത്തില് ഇവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ്, വെയിറ്റ്, അപ്പിയറൻസ്, ഇത്തരത്തില് എല്ലാം ചേരുന്ന ഒരു നല്ല പേഴ്സണാലിറ്റി, നല്ലൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം ഒരു ലീഡർക്ക്. കണ്ടാൽ തന്നെ ആൾക്ക് നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കണം. ഇനി അത് വിശദമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബേസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, ഇപ്പം ഇത് പരീക്ഷയ്ക്ക് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ആവറേജ്, ബിലോ ആവറേജ് സ്റ്റുഡൻസിന് പോലും ആൻസർ ചെയ്യാൻ പറ്റിക്കോട്ടെ എന്ന രീതിയിൽ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും മുഴുവൻ മാർക്ക് ഇത് ഈ ഭാഗത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. ഭംഗിയായിട്ട് ഇതിന്റെ പോയിന്റ്സ് എക്സ്പ്ലനേഷൻ സഹിതം എഴുതാൻ ഭാഗത്തിന് പഠിച്ചു വെച്ചേക്കണം. പോയിന്റ്സ് പഠിച്ചാൽ മതി, നമുക്ക് തന്നെ എക്സ്പ്ലനേഷൻ എഴുതാവുന്നതേ ഉള്ളൂ. നോക്കുക, അത്തരത്തിലുള്ള ചില ക്വാളിറ്റീസ്. സം ഓഫ് ദീസ് ക്വാളിറ്റീസ് ആർ എക്സ്പ്ലെയിൻ ബിലോ. ഫസ്റ്റ്, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയാൽ മതി. ലീഡർഷിപ്പ് എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ എഴുതിയാൽ മതി. ഫസ്റ്റ് പോയിന്റ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്. Physical features like height, weight, health, appearance determine the physical personality of an individual. ഭൗതിക സവിശേഷതകളായ ഉയരം, ഭാരം, ആരോഗ്യം, രൂപഭാവങ്ങൾ തുടങ്ങിയവയാണ് ഒരാളുടെ ഭൗതിക വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. It is believed that good physical features attract people. നമുക്കറിയാം, നല്ല ഫിസിക്കൽ ഫീച്ചർ ഉള്ള ആള് ആരെയും ആകർഷിക്കും അല്ലെ. ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ വളരെയധികമായിട്ട് ആകർഷിക്കും. ആരാണേലും ഒന്ന് നോക്കിപ്പോകും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല ലീഡർക്ക് എന്തുണ്ടാവണം? നല്ല ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടം വരെ എഴുതുക. നെക്സ്റ്റ്, നോളജ്. A good leader should have required knowledge and competency. Only such person can instruct subordinates correctly and influence them. രണ്ടാമതായിട്ട് വേണ്ടുന്ന ക്വാളിറ്റി എന്താണ്? നല്ല വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് ഉണ്ടായിരിക്കണം അല്ലെ. ഒരു നല്ല ലീഡർക്ക് വിജ്ഞാനവും നൈപുണ്യവും വളരെ അത്യാവശ്യമാണ് അല്ലെ. അത്തരത്തിലുള്ള നേതാക്കൾക്ക് മാത്രമേ ജീവനക്കാർക്ക് ശരിയായ നിർദ്ദേശവും പ്രചോദനവും നൽകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നോളജ് ഉണ്ടെങ്കിലല്ലേ അനുയായികൾക്ക് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല ലീഡർക്ക് എന്തുണ്ടായിരിക്കണം? നോളജ് ഉണ്ടായിരിക്കണം. നമ്മുടെ സ്ലൈഡിലൂടെ ഒപ്പം നോക്കി പോകാം. ഒന്നാമത് പറഞ്ഞ ഏതാണ്? ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് നല്ല നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ആൻഡ് കോമ്പീറ്റൻസി ഇൻ വർക്ക് ഈസ് എസെൻഷ്യൽ ടു ഗൈഡ് ഹിസ് ഫോളോവേഴ്സ് അല്ലെ. തന്റെ അനുയായികളെ നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അറിവും കഴിവുമെല്ലാം വേണം. തേർഡ് ക്വാളിറ്റി, ഇന്റഗ്രിറ്റി. എന്താണ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാല്? വിശ്വസ്തനായിരിക്കണം അല്ലെ. എ ഗുഡ് ലീഡർ ഷുഡ് possess honesty and integrity and he must be a role model to others. ഒരു നല്ല നേതാവ് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ആളായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും കാര്യത്തില് അയാള് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം, ഒരു റോൾ മോഡൽ ആയിരിക്കണം അയാളുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ രീതിയിലും വിശ്വസ്തനായിരിക്കണം. നോക്കിക്കേ, എ ലീഡർ ഷുഡ് possess high level of integrity and honesty. He should be a role model to others
റിഗാർഡിംഗ് ദ എത്തിക്സ് ആൻഡ് വാല്യൂസ്. ഇത് ഈ എക്സ്പ്ലനേഷൻ മുഴുവൻ എഴുതുക. അപ്പൊ എന്താണ്? ഒരു നേതാവ് വിശ്വസ്തനും സത്യസന്ധനുമായിരിക്കണം. മൂല്യങ്ങളും ധാർമ്മികതയും കാത്തു സൂക്ഷിക്കുന്നതില് അയാൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുകയും ചെയ്യണം. റോൾ മോഡൽ ആയിരിക്കുകയും വേണം. അപ്പൊ 3 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. 1 ഫിസിക്കൽ ഫീച്ചർ ഉണ്ടായിരിക്കണം, 2 റിക്വയർഡ് നോളജ് ഉണ്ടായിരിക്കണം, 3 ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് 4th ഇനീഷ്യേറ്റീവ്. A leader should have courage and initiative. He should not wait for opportunities come to his way. Rather, he should grab the opportunity and use it to the advantage of the organization. അപ്പം എന്താ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാല് മുൻകൈ എടുക്കണം അല്ലെ. നമ്മുടെ ഇന്നലത്തെ സിറ്റുവേഷനകത്ത് ആരാ മുൻകൈ എടുത്തേ? മിസ്റ്റർ ബാബു അല്ലേ മുൻകൈ എടുത്ത് അല്ലെ? പ്രക്ഷോഭകരെ തടഞ്ഞത് ഓർക്കുന്നില്ലേ? തടഞ്ഞ് അവരുടെ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത് ആരാണ്? ബാലുവാണ്. അപ്പൊ ഒരു ലീഡർ അപ്പം ബാക്കിയുള്ളവരിൽ നിന്ന് വേറിട്ട് ബാലുവിലും കണ്ടത് എന്താണ്? ആ ഇനീഷ്യേറ്റീവ് അല്ലേ കണ്ടത് നമ്മള്. നേതാവിന് എന്തിനുള്ള ധൈര്യം ഉണ്ടാവണം? എ ലീഡർ ഷുഡ് ഹാവ് കറേജ് ആൻഡ് ഇനീഷ്യേറ്റീവ് അല്ലെ. ധൈര്യവും മുൻകൈ എടുക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ലീഡർക്ക് ഉണ്ടായിരിക്കണം. ഹി ഷുഡ് നോട്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് കം ടു ഹിസ് വേ. അവൻ ഒരിക്കലും അവസരങ്ങൾ തങ്ങളെ തേടി വരുന്ന നോക്കി നിൽക്കില്ല. പകരം എന്ത് ചെയ്യും? റാദർ ഹി ഷുഡ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് യൂസ് ഇറ്റ് ടു ദി അഡ്വാൻറ്റേജ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതിന് പകരം അവസരങ്ങൾ മുതലെടുത്ത് സ്ഥാപനത്തിന്റെ വിജയത്തിനായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവസരങ്ങള് മുന്നിലോട്ട് വരൂ എന്നോർത്തൊരിക്കലും വെയിറ്റ് ചെയ്യുകയല്ല ലീഡർ നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? വരുന്ന അവസരങ്ങള് മുതലെടുത്ത ഓർഗനൈസേഷന്റെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുകയാണ് നല്ലൊരു ലീഡർ ചെയ്യേണ്ടത്. ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത് അല്ലെ. Okay, a leader must be initiative and creative so that he can grab the opportunities for the benefit of the organization. അപ്പം ഏതെല്ലാം അവസരങ്ങൾ മുന്നിൽ വത്തുന്ന മുൻകൈ എടുക്കാൻ കഴിവുണ്ടെങ്കിലല്ലേ നമ്മളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ ഉപയോഗിച്ച് നമ്മൾ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുകയുള്ളൂ. സോ ദാറ്റ് he can grab the opportunities for the benefit of the organization. Next point, communication skill. എന്ത് കഴിവുണ്ടായിരിക്കണം? ആശയവിനിമയത്തിനുള്ള കഴിവുണ്ടാവണം അല്ലേ. ഗോൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ക്ലിയർലി, പ്രിസൈസ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി ആൻഡ് ഹി മസ്റ്റ് ബി എ ഗുഡ് ലിസണർ ടു. അപ്പൊ ഒരു നല്ല നേതാവിന് നല്ല ആശയവിനിമയ പാഠമുള്ളവനായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നേതാവിന് തന്റെ ആശയങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിക്കാനും അനുയായികളെ ബോധ്യപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അയാള് എപ്പോഴും അങ്ങോട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. എങ്ങനെയുള്ള ആള് ആയിരിക്കണം? നല്ല പ്രാസംഗികൻ മാത്രമല്ല, നല്ലൊരു കേൾവിക്കാരൻ അല്ലെങ്കിൽ നല്ലൊരു ശ്രോതാവും കൂടി ആയിരിക്കണം നല്ല ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അനുയായികളുടെ കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഒരു ഗുഡ് ലിസണറും ആയിരിക്കണം. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലോട്ട് നോക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എ ലീഡർ ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഒരു നേതാവിന് നല്ല ആശയവിനിമയ ശേഷി വേണം. He should have the capacity to clearly explain his ideas and make the people to understand his ideas. അതുപോലെ തന്റെ ആശയങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയണം, ലീഡർക്ക് കഴിയണം. He should be not only good speaker but a good listener, teacher, counselor and a persuader. അതുപോലെ തന്നെ ഒരു ലീഡർ ആരെല്ലാം ആയിരിക്കണം? നല്ലൊരു പ്രാസംഗികൻ മാത്രമായാൽ പോരാ. ആരെല്ലാം ആയിരിക്കണം? നല്ലൊരു കേൾവിക്കാരൻ, നല്ലൊരു ശ്രോതാവായിരിക്കണം, ഒരു നല്ല ടീച്ചർ ആയിരിക്കണം, ഒരു കൗൺസിലർ ആയിരിക്കണം, ഒരു പെർസ്വേഡർ പ്രചോദകനും ആയിരിക്കണം. ഇതെല്ലാം ആയിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനെല്ലാം എന്താവശ്യമാണ്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. നെക്സ്റ്റ്, മോട്ടിവേഷൻ സ്കിൽ. മോട്ടിവേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചോദിപ്പിക്കാനുള്ള കഴിവ് അല്ലെ. എ ലീഡർ ഷുഡ് ബി ആൻ ഇഫക്റ്റീവ് മോട്ടിവേറ്റർ. ഒരു നല്ല നേതാവ് എല്ലായ്പ്പോഴും ഒരു നല്ല പ്രചോദകനും ആയിരിക്കണം.
He should understand the needs of people and motivate them through satisfying their needs. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അറിയുകയും അത് നേടിയെടുക്കാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യണം അല്ലെ. എങ്ങനെയാ മോട്ടിവേറ്റ് ചെയ്യണത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? മോട്ടിവേറ്റ് ചെയ്യിക്കണമെങ്കിൽ ആദ്യം എന്തറിയണം? അവരുടെ ആവശ്യങ്ങൾ അറിയണം അല്ലെ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഫോളോവേഴ്സിനെ കാര്യങ്ങൾ നീഡ്സ് അറിഞ്ഞ് അതിന് അനുസരിച്ചുള്ള മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിന് എന്തുണ്ടായിരിക്കണം? നല്ലൊരു ലീഡർക്ക് നല്ല മോട്ടിവേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. എ ലീഡർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ഓഫ് ദ സബോർഡിനേറ്റ്സ് സോ ദാറ്റ് ഹി ക്യാൻ മോട്ടിവേറ്റ് ഹിസ് ടീം. അല്ലെ, സബോർഡിനേറ്റിന്റെ നീഡ്സ് അറിയാമായിരിക്കണം. അങ്ങനെയാണ് അയാൾക്ക് ആ ടീമിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മോട്ടിവേഷൻ സ്കില്ല് വേണം. നെക്സ്റ്റ്, സെൽഫ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആത്മവിശ്വാസം ഉണ്ടാവണം അല്ലെ. ലീഡർക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അനുയായികൾക്ക് എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാവും? ഒരു നല്ല ലീഡർക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് വേണം. എ ലീഡർ ഷുഡ് ഹാവ് എ ഹൈ ലെവൽ ഓഫ് സെൽഫ് കോൺഫിഡൻസ് and willpower, and he should not lose his confidence in difficult situation. ഒരു നേതാവിന് നല്ല ഉയർന്ന തലത്തിലുള്ള ആത്മവിശ്വാസവും മനഃശക്തിയും ഉണ്ടായിരിക്കണം. വിഷമഘട്ടങ്ങളിൽ അയാളുടെ ആത്മവിശ്വാസം ചോർന്നു പോകാൻ പാടില്ല. ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസം കൈവെടിയാതെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം നല്ലൊരു ലീഡർ എന്ന് പറയുന്നത്. നോക്കിക്കേ, എ ലീഡർ ഷുഡ് ഹാവ് ഹൈ ലെവൽ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഒരു നേതാവിന് ഉയർന്ന തോതിലുള്ള ആത്മവിശ്വാസം ആവശ്യമാണ്. He should not lose his confidence even in most difficult times. കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ തന്റെ അനുയായികൾക്ക് വേണ്ട ആത്മബലം കൊടുക്കുവാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? ലീഡർക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും എന്തുണ്ടായിരിക്കണം? നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇൻഫാക്ട് ഇഫ് ദ ലീഡർ ലാക്സ് സെൽഫ് കോൺഫിഡൻസ് ഹി cannot provide confidence to his followers. അപ്പൊ ലീഡർക്ക് ആത്മവിശ്വാസം ഇല്ല എങ്കിൽ അനുയായികളെ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം? നല്ല രീതിയിലുള്ള സെൽഫ് കോൺഫിഡൻസ് ലീഡർക്ക് ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ തന്റെ അനുയായികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കില്ല. എക്സ്പ്ലനേഷൻ മുഴുവൻ എഴുതുക. നെക്സ്റ്റ് പോയിന്റ്, ഡിസിസീവ്നെസ്. എന്താണ്? നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം അല്ലെ. ലീഡർ ഷുഡ് ബി ഡിസിസീവ് ഇൻ മാനേജിങ് ദ വർക്ക്. ജോലി ചെയ്യുന്നതിൽ ഒരു നേതാവിന് നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം, ഡിസിസീവ് ആയിരിക്കണം. Once he is convinced about a fact, he should be firm and should not change opinions frequently. ഒരു കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അഭിപ്രായം മാറ്റാതിരിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം ആരെന്ന് പറയുന്നത് ഡിസിസീവ്. ഒരിക്കലും ഒരു തീരുമാനം എടുത്തെന്നാൽ ആരുടെയെങ്കിലും അഭിപ്രായം അത് ശരിയാവില്ല എന്നൊന്നും ഒരാൾ പറയുമ്പോഴത്തേക്ക് എന്നാ വേണ്ട, അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റി പറഞ്ഞ് ചാഞ്ചാടുന്ന ഒരാളായിരിക്കല്ല. നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിവുണ്ടാവണം. ഡിസിസീവ് ആയിരിക്കണം. നോക്കിക്കേ, എ ലീഡർ ഷുഡ് ഹാവ് സൗണ്ട് ജഡ്ജ്മെന്റ് ആൻഡ് ഡിസിസീവ്നെസ്. ഹി ഷുഡ് നോട്ട് ചേഞ്ച് ഹിസ് ഒപ്പീനിയൻ ഫ്രീക്വന്റ്ലി. എപ്പോഴും എന്തായിരിക്കണം? സ്ട്രോങ് ഡിസിഷൻ എടുത്ത ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരിക്കണം നല്ലൊരു ലീഡർ. ഹി ഷുഡ് നോട്ട് ചേഞ്ച് ഹിസ് ഒപ്പീനിയൻ ഫ്രീക്വന്റ്ലി. ഫ്രീക്വന്റ് ആയിട്ട് തുടരെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാള് ആകരുത്. അപ്പൊ എന്തുണ്ടായിരിക്കണം? നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, സോഷ്യൽ സ്കില്ല്. സാമൂഹിക ഇടപെടലിനുള്ള കഴിവ്. Proper understanding of people and maintaining good human relations are the ingredients of social skill. സോഷ്യൽ സ്കില്ലിന് അത്യാവശ്യം വേണ്ടുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആളുകളെ വ്യക്തമായി മനസ്സിലാക്കണം, പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതുപോലെ അവരുമായിട്ട് നല്ല ഹ്യൂമൻ റിലേഷൻസ്, ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് രണ്ടുമാണ് സോഷ്യൽ സ്കില്ലിന് വേണ്ടുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇതൊക്കെ ആർക്കും ഉണ്ടാകണം? ഒരു നല്ല ലീഡർക്കും ഉണ്ടായിരിക്കണം. സോഷ്യൽ സ്കില്ല് ഉണ്ടാകണം. നോക്കാം, എ ലീഡർ ഷുഡ് ബി സോഷ്യബിൾ ആൻഡ് ഫ്രണ്ട്ലി വിത്ത് ഹിസ് കൊളീഗ്സ് ആൻഡ് ഫോളോവേഴ്സ്. നേതാവ് അനുയായികളോടും സുഹൃത്തുക്കളോടും സ്നേഹത്തോടും കരുതലോടും കൂടി വേണം ഇടപെടാനായിട്ട്. He should understand people and maintain good human relations with them.
അപ്പൊ ആളുകളെ മനസ്സിലാക്കാനും അവരോട് നല്ല മനുഷ്യബന്ധം പുലർത്താനും ലീഡർക്ക് സാധ്യമാകണം. അപ്പൊ അവൻ എന്ത് ഉണ്ടാവണം? നല്ലൊരു സോഷ്യൽ സ്കില്ല് അല്ലെ, മികച്ച മാനുഷിക ബന്ധങ്ങൾ പുലർത്താനും ഉള്ള ഒരു കഴിവ്, സോഷ്യൽ സ്കില്ല് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവയൊക്കെയാണ് ഒരു നല്ല നേതാവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. അപ്പൊ എല്ലാ ഗുണങ്ങളും ഒരു ആൾക്ക് തന്നെ ഉണ്ടാകണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത്തരം ഗുണവശങ്ങളെ പറ്റിയുള്ള ധാരണ മെച്ചപ്പെട്ട ശ്രമത്തിലൂടെ ഈ ഗുണങ്ങൾ നേടിയെടുക്കുന്നതിന് ഒരു വ്യക്തിയെ പ്രേരകമാക്കുന്നു. ഇത്രയുമാണ് ഇതിന്റെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡറിനകത്ത്. 8-9 പോയിന്റ് ഉണ്ട്. അപ്പൊ ഇത് പോയിന്റുകൾ പഠിച്ചു വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ അകത്ത് ഇന്റഗ്രിറ്റി ഒരു 2 മാർക്കിന് സെപ്പറേറ്റ് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ഡിസിസീവ്നെസ് അതിന്റെയൊക്കെ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചിലപ്പോൾ 1 വേർഡിലൊക്കെ വരാം കേട്ടോ. അതൊന്ന് ഊന്നി പഠിച്ചു വെച്ചേക്കണം. എന്തൊക്കെയാണ് ഒരു ഗുഡ് ലീഡർക്ക്? നല്ല ഫിസിക്കൽ ഫീച്ചേഴ്സ്, എന്തായിരുന്നു? ഹൈറ്റ്, വെയിറ്റ് ഒക്കെ അല്ലെ, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. നോളജ് ഉണ്ടായിരിക്കണം. ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിശ്വസ്തനായിരിക്കണം അല്ലെ, അതായത് സത്യസന്ധത ഉണ്ടായിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം ആളല്ലേ. ഇനി ഇനീഷ്യേറ്റീവ്, മുൻകൈ എടുക്കാനുള്ള കഴിവുണ്ടാകണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെ, ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടാകണം. മോട്ടിവേഷൻ സ്കില്ല്, പ്രചോദിപ്പിക്കാൻ, അനുയായികളെ പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഡിസിസീവ്നെസ്, എന്താ ഡിസിസീവ്നെസ് പറഞ്ഞാല്? നിശ്ചയദാർഢ്യം അല്ലെ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്തുന്നാൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, ഡിസിസീവ്നെസ് ഉണ്ടായിരിക്കണം. സോഷ്യൽ സ്കില്ല്, സാമൂഹ്യമായിട്ട് ഇടപഴകാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഭംഗിയായി പഠിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.